നെടുമങ്ങാട് അമ്മയുടെയും സുഹൃത്തിൻ്റെയും ക്രൂരമർദ്ദനത്തിനിരയായി കൊല്ലപ്പെട്ട അർഷിദിൻ്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. വീഡിയോ എടുത്തപ്പോഴും ഗിഫ്റ്റ് കൊടുത്തപ്പോഴും കുട്ടിക്ക് ഒരു ഭാവമാറ്റവും ഉണ്ടായിരുന്നില്ല. സൈക്കിളിൽ നിന്ന് വീണതാണെന്ന് അഖില പറഞ്ഞപ്പോൾ വിശ്വസിച്ചെന്നും ഇപ്പോൾ ഓർക്കുമ്പോൾ ഏറെ വിഷമമാണെന്നും വീഡിയോ ക്രിയേറ്റേഴ്സായ ജിതിനും ഫിർദൌസും മീഡിയ വണിനോട് പറഞ്ഞു. ഏറെ ദുഃഖത്തോടെയല്ലാതെ 1.5 വയസ്സുകാരൻ അർഷിദിനെ നമുക്ക് ഓർക്കാനാകില്ല. അമ്മയും അമ്മയുടെ സുഹൃത്തും കൂടി കൊലപ്പെടുത്തിയ ആ കുഞ്ഞ് നേരിട്ടത് കൊടും ക്രൂരതയാണ്. ഈ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. ആ കുഞ്ഞിന്റെ 2 കൈയും ഒടിഞ്ഞ നിലയിലുള്ള ഒരു വീഡിയോ. ആ വീഡിയോ എടുത്ത ജിതിനും ഫിർദോസുമാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത്. ജിതിൻ ചേട്ടാ, എപ്പോഴായിരുന്നു ആ വീഡിയോ എടുത്തത്? മെയ് മാസത്തിലാണ്. മെയ് മാസം ഒരു 10-15 അപ്പോൾ വീഡിയോ എടുത്തത് ജസ്റ്റ് ഒരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ടാണ് എടുത്തത്. അപ്പോൾ ചിരിച്ചുകൊണ്ടെടുത്ത വീഡിയോ ഇപ്പോൾ ഒരു കരയേണ്ട സിറ്റുവേഷനിലോട്ട് പോകുന്നൊട്ടും പ്രതീക്ഷിച്ചില്ല. വളരെ അവിചാരിതമായിട്ടാണ് അവരെ വിളിച്ച് കണ്ടുമുട്ടിയത്. സ്കൈ ജെംസ് എന്ന് പറഞ്ഞ ഷോപ്പിൻ്റെ പ്രൊമോഷൻ്റെ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ടായിരുന്നു. നമ്മുടെ സ്റ്റാൻഡിൽ വെച്ചിട്ട് ഓരോരുത്തർ നമ്മൾ ചോദിക്കും ചലഞ്ച് ചെയ്യാൻ അവർ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യും. അങ്ങനെ ഒരാളെ പെട്ടെന്ന് ഇങ്ങോട്ട് തിരിഞ്ഞപ്പോഴാണ് ഈ കുട്ടിയെ കണ്ടത്. ചോദിച്ചു അവർ അക്സെപ്റ്റ് ചെയ്യണം. അപ്പോൾ ഇതാണ് പുള്ളിയാണ് ചോദിച്ചത്. നിങ്ങളല്ലേ ചോദിച്ചത് എന്താണ് കൈന് പറ്റിയെന്ന്? അപ്പം എന്താ പറഞ്ഞത്? അതായത് നമ്മൾ ഫസ്റ്റ് ആ കുട്ടിയെ കാണുമ്പം 2 കൈ ഒടിഞ്ഞിരിക്കുന്നൊരു കുസൃതിയായ ഒരു കുട്ടി. അപ്പോൾ ചോദിച്ച് കൈ എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അപ്പം ആ കുട്ടിയുടെ അമ്മയാണ് പറഞ്ഞത് സൈക്കിളിൽ നിന്ന് വീണതാണ്. അപ്പം ഞാനാണ് വീഡിയോ എടുത്തുകൊണ്ടിരുന്നത്, പുള്ളിയാണ് ചോദിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ വരെ കേട്ടിട്ട് ചിരിച്ചുകൊണ്ടാണ് ഇരുന്നത്. കാരണം സൈക്കിളിൽ നിന്ന് 2 കൈ ഒടിഞ്ഞ് ഒരു കുസൃതി കുട്ടി ചിരിച്ചുകൊണ്ടാണ് ഇരുന്നത്. പക്ഷേ നമുക്കറിയില്ല. എന്നിട്ട് ആ വീഡിയോ നിങ്ങൾ ഒന്നുകൂടി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ കുട്ടി ജസ്റ്റ് നമ്മൾ കണ്ട് ചിരിക്കുകയും സംസാരിക്കുകയും ഒരു ഭാവവും ഇല്ലാതെ ഇങ്ങനെ അനങ്ങാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പോഴാണ് ഈ സംഭവങ്ങളിൽ അറിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആ കുട്ടി അത്രയും വേദന സഹിച്ചാണ് അങ്ങനെ ഇരുന്നത്. നമ്മളൊരു ആൾ വന്നൊരു ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ കുട്ടി ചിരിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു. ഇതൊന്നും പറയാതെ ആ ഒരു വിഷമത്തിലാണ് ഇരുന്നതെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. ജിതിന്റെ കൂടെ പഠിച്ചതായിരുന്നു അഖില എന്ന്. ഞങ്ങൾ SM കോളേജിൽ ലാസ്റ്റ് ഇയറിൽ അഖില പഠിത്തം നിർത്തി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ വിവരമൊന്നുമില്ല. പിന്നെ ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഇത് പോയി. അങ്ങനെ ഞങ്ങളൊരു കുട്ടിയുടെ ഫ്രണ്ട്, അതായത് എൻ്റെ വേറെ ക്ലാസ്മേറ്റിൻ്റെ എൻഗേജ്മെൻറ്റാണ് വീണ്ടും കാണുമ്പോൾ ഞാൻ വൈഫും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല. എനിക്ക് സെപ്റ്റംബറിലാണെന്ന് തോന്നുന്നു. അവിടെ പോയപ്പോഴാണ് ആ കുഞ്ഞിനെ കാണുന്നത്. അപ്പോൾ ആ കുഞ്ഞിനെ എടുക്കുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. കുഞ്ഞിനെ എടുത്തിട്ട് കൊഞ്ചിച്ചിട്ട് കൊടുത്ത് നമ്മൾ ആ ഫുഡൊക്കെ കഴിച്ച് അത് കഴിഞ്ഞ് ക്ലിയർ ചെയ്ത് വന്നതിന് ശേഷം പിന്നെ ആ സമയത്താണ് എൻ്റെ കല്യാണത്തിന് അവളെ 2 വിളിച്ചതിന് ശേഷമാണ് കല്യാണത്തിൽ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. വന്നതിന് ശേഷം പിന്നെ കാണുന്നത് ഈ ചലഞ്ചിലാണ്. അപ്പോഴൊന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. ഇതാണ് കാര്യം. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ സങ്കടം എന്ന് വെച്ചാൽ ഈ കുട്ടിയുടെ ഈ അഖിലയുടെ അമ്മ പറയുന്നുണ്ടല്ലോ, എടുത്തെടുത്ത് പറയുന്നുണ്ട് അവർ ആ കപ്പിനെ അവർ നോക്കി തന്നെയായിരുന്നു. പക്ഷെ അവരെ കരച്ചിൽ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ സങ്കടമുണ്ട്. കാരണം ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. പാവം. ഇതൊന്നും സത്യം പറഞ്ഞ മാനസികത ഒട്ടും ഓക്കെ അല്ല. അതാണ് കാര്യം. ഒരു പക്ഷേ അർഷിദിന്റെ അവസാനത്തെ വീഡിയോ ആയിരിക്കണം ഇവരെടുത്തത്. അതൊരു നിമിത്തമായിരിക്കാം. താൻ നേരിട്ട ക്രൂരതകൾ ലോകം കാണട്ടെ എന്ന് അറിയാതെയെങ്കിലും അവർ പകർത്തിയതായിരിക്കാം ആ ചിത്രങ്ങളും ആ വീഡിയോയും. എന്തായാലും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്ന ദൃശ്യങ്ങൾ പകർത്തിയവർക്കും അത് ഏറെ വിഷമകരമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. ക്യാമറ പേഴ്സൺ S. സനോഷിനൊപ്പം അക്ഷയ കൃഷ്ണാനന്ദ്, മീഡിയ 1.